അതിനിടയ്ക്ക് ഒരു പെരുന്നാൾ അവധി നാളെ, അത് കഴിഞ്ഞ് ഞായറാഴ്ച ഒരു അവധി ദിനം. ഇനി ആകെ 3 ദിവസം മാത്രമാണ് നാമനിർദ്ദേശ പത്രികാ സമർപ്പണത്തിന് ബാക്കിയുള്ളത്. അതിനിടയിലാണ് ഈ പറഞ്ഞ കൺഫ്യൂഷനൊക്കെ ഇപ്പോഴും തുടരുന്നതും സ്ഥാനാർത്ഥി പട്ടിക അന്തിമമായി വരാത്തതും. ഇപ്പോഴും ഇപ്പോൾ നേരത്തെ 2 മണിക്കൂർ സ്ഥാനാർത്ഥി പട്ടിക വരും കോൺഗ്രസ് എന്ന് കേട്ടിരുന്നു, പക്ഷേ അത് പിന്നെ വൈകുമെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. അപ്പോൾ ഇനി എപ്പോഴാണ് ഇതെല്ലാം വന്ന് സ്ഥാനാർത്ഥി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ച് ഫീൽഡിലോട്ട് ഇറങ്ങി പുതിയ സ്ഥാനാർത്ഥികളൊക്കെ ആണെങ്കിൽ മണ്ഡലത്തിൽ പരിചയപ്പെടുത്തി ആകെ 21 ദിവസം കൊണ്ട് എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള കാര്യം അത് അവരുടെ തലവേദന, നമ്മുടെ പ്രശ്നമല്ല. എന്തായാലും ഇന്നലെ രാത്രിയും ഇന്ന് പുലർച്ചെയുമായി നടന്ന മാരത്തൺ ചർച്ചകൾക്കൊടുവിൽ കോൺഗ്രസിന്റെ 2ാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക ഉടൻ പുറത്തു വരും. 40 മണ്ഡലങ്ങൾ കൂടിയാണ് ഇനി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പ്രഖ്യാപിക്കാനുള്ളത്. 5 തർക്ക മണ്ഡലങ്ങളിൽ തീരുമാനം ഹൈക്കമാൻഡിന് വിട്ട് കേരളത്തിൽ നിന്നുള്ള നേതാക്കൾ ഡൽഹിയിൽ നിന്നും ഇങ്ങോട്ടേക്ക് മടങ്ങി. വിനിത വിജി വിവരങ്ങളുമായി ചേരുന്നു. വിനിത, ഇനിയിപ്പോൾ അടുത്ത ഘട്ടം, 3ാം ഘട്ടം, 4ാം ഘട്ടം എന്ന് പറയാൻ സമയമില്ലല്ലോ. ഈ നാമനിർദ്ദേശ പത്രിക നേരത്തെ പറഞ്ഞാൽ ആകെ 3 ദിവസം മാത്രമേ ഉള്ളൂ. അപ്പോൾ കെ സുധാകരൻ്റെ ആ കൺഫ്യൂഷനിൽ തീരുമാനമായെങ്കിൽ ബാക്കി എല്ലാവരുടെയും കണ്ണൂരും എല്ലാം ഉൾപ്പെടുത്തിയുള്ള പട്ടികയല്ലേ വരാൻ പോകുന്നത്? അതെപ്പോൾ പ്രതീക്ഷിക്കണം വിനിത? ഹാഷ്മി, കണ്ണൂരടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള ഒരു പട്ടിക തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഏതാണ്ട് അല്പസമയത്തിനകം പട്ടിക ഉണ്ടാകുമെന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത്. ഇനി അധികം വൈകാനുള്ളൊരു സമയം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. ഒപ്പം തന്നെ ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഇന്നലെ മാരത്തോൺ ചർച്ചകൾ തന്നെയാണ് ഡൽഹിയിൽ നടന്നിട്ടുണ്ടായിരുന്നതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു അസ്വാഭാവികത എന്ന് പറയുന്നത് 2 തവണ ഇന്നലെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുകയും അതിന് പിന്നാലെ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വീട്ടിൽ വീണ്ടും നേതാക്കൾ യോഗം ചേരുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ അതിൽ ഏറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഒരു 5 മണ്ഡലങ്ങൾ സംബന്ധിച്ച ചില തർക്കങ്ങൾ നിലനിന്നിട്ടുണ്ടായിരുന്നു. ആ മണ്ഡലങ്ങൾ അവസാനം തെരഞ്ഞെടുപ്പ് സമിതിക്ക് വിട്ടു നൽകുകയും അക്കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് സമിതി തന്നെ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തട്ടെ എന്നുള്ളതായിരുന്നു നേതാക്കൾ എടുത്തിരുന്ന തീരുമാനം. അങ്ങനെയാണ് ആ യോഗം ഒരല്പം നീണ്ടുപോകാനടക്കം ഇടയായതെന്നാണ് അറിയാൻ കഴിയുന്നത്. ഒപ്പം തന്നെ സുധാകരന്റെ അടക്കം വിഷയങ്ങൾ ആ യോഗത്തിൽ ചർച്ചയായിട്ടുണ്ടായിരുന്നു. അതിൽ നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുമ്പോൾ ചില സാധ്യതകളുള്ളത് അരുവിക്കര VS ശിവകുമാർ തന്നെ ഏറെക്കുറെ നമ്മൾ ഉറപ്പിച്ചു കഴിഞ്ഞു. നെയ്യാറ്റിൻകര ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങളൊക്കെ തന്നെ ഇന്ന് ആ പ്രഖ്യാപനത്തിൽ ഉണ്ടായേക്കും. അതിൽ ഇടുക്കി, ഒപ്പം ഏറ്റുമാനൂർ, കൊച്ചി ഉൾപ്പെടെയുള്ള ചില മണ്ഡലങ്ങളിലാണ് ചില തർക്കങ്ങൾ നിന്നിട്ടുണ്ടായിരുന്നത്. ഈ കൊച്ചിയിൽ മുഹമ്മദ് ഷിയാസ് ഉറപ്പിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷിയാസിനൊപ്പം തന്നെ ദീപ്തി മേരി വർഗീസിന്റെ പേരും ആ മണ്ഡലത്തിൽ ഉയർന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില മണ്ഡലങ്ങളിലേക്ക് വരുമ്പോൾ പാനലായിട്ടാണ് സ്ഥാനാർത്ഥികളുടെ പേരുകൾ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിൽ അന്തിമ തീരുമാനം നേതൃത്വം എടുക്കട്ടെ എന്നുള്ളത് തന്നെയായിരുന്നു തീരുമാനിച്ചിരുന്നത്. അങ്ങനെയുള്ള ചില തർക്കങ്ങൾ ഉൾപ്പെടെയുള്ള മണ്ഡലങ്ങൾ അത് അവസാന ഘട്ടത്തിലാണ് തെരഞ്ഞെടുപ്പ് സമിതിക്ക് മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നത്. ഏറെക്കുറെ ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ചുകൊണ്ടുള്ള കോൺഗ്രസിന്റെ പട്ടിക അധികം വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.